നമസ്കാരം. പുതുപ്പാടി കൈതപ്പൊയിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത്. കാക്കൂർ ഈന്താട് മുണ്ടപ്പറത്തമ്മൽ ഹസ്നയെയാണ് ബുധനാഴ്ച ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹസ്നയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം നടത്തി വ്യക്തത വരുത്തണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. യുവതി ചതിയിൽപ്പെട്ടുപോയെന്നാണ് കുടുംബത്തിന്റെ വാദം. കുടുംബത്തിലേക്ക് തിരിച്ചു വരാനിരിക്കെയാണ് മരണം സംഭവിച്ചതിനാൽ ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെതിരെയാണ് ബന്ധുക്കളുടെ ആരോപണം. കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഹസ്നയെ കണ്ടെത്തിയത്. ഇപ്പോഴത്തെ പങ്കാളിയായ യുവാവിനൊപ്പം അപ്പാർട്ട്മെന്റിൽ താമസിച്ചു വരികയായിരുന്നു. ഹസ്ന 8 മാസത്തോളമായി വേനക്കാവ് സ്വദേശി ആദിൽ എന്ന യുവാവിനൊപ്പമായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ആദിൽ വിവാഹമോചിതനാണ്. ആദിൽ ക്രിമിനലാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും ലഹരി കേസുകളിലൊക്കെ ഉൾപ്പെട്ട കാര്യം ഹസ്ന പിന്നീടാണ് അറിഞ്ഞതെന്നുമാണ് ബന്ധുക്കളുടെ വാദം. കഴിഞ്ഞ ജൂണിലാണ് ഹസ്ന വിദേശത്തായിരുന്ന ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് യുവാവിനൊപ്പം ഒളിച്ചോടിയത്. വിദേശത്തായിരുന്ന ഭർത്താവ് ഉമ്മയുടെ മരണത്തെ തുടർന്ന് അന്ന് നാട്ടിൽ എത്തിയിരുന്നു. ഇളയ കുഞ്ഞുമായി പോയ ഹസ്നയെ അടിവാരം ഭാഗത്തു നിന്ന് കണ്ടെത്തി പോലീസ് ബന്ധുക്കളെ വിവരം അറിയിച്ചു. പിതാവും ബന്ധുക്കളും സ്റ്റേഷനിലെത്തി ഹസ്നയെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും കുഞ്ഞിനെ എടുക്കാതെ 2ാം ദിവസം ഹസ്ന വീട്ടിൽ നിന്നിറങ്ങി പോവുകയായിരുന്നു. തുടർന്ന് യുവാവുമായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല. ഭർത്തൃ വീട്ടിലായിരുന്നപ്പോൾ ഹസ്ന ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദിലുമായി പരിചയപ്പെട്ടതെന്നാണ് വിവരം. ഇങ്ങനെ ആദിലിനോടൊപ്പം ഇറങ്ങിപ്പോയതിനു ശേഷം കുടുംബം ഹസ്നയുമായി അകന്നു. എങ്കിലും ഹസ്ന വീട്ടിലേക്ക് വിളിക്കുകയും മാതാവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. മൂത്ത മകനെയും വിളിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹസ്ന മാതാവിനെ ഫോണിൽ വിളിച്ച് അടുത്ത ദിവസം താൻ വീട്ടിലേക്ക് വരുമെന്ന് വെളിപ്പെടുത്തി. എന്നാൽ പിന്നീട് വിളിച്ചിട്ട് ഹസ്ന ഫോൺ എടുത്തിരുന്നില്ല. പല ഇടപാടുകൾക്കും ഹസ്നയെ അതിൽ ഉപയോഗിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നു. മരിക്കുന്നതിന് തലേ ദിവസമാണ് ഹസ്ന വീട്ടിലേക്ക് വിളിച്ച് മടങ്ങി വരാൻ താല്പര്യം അറിയിച്ചത്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്ത ശേഷം താൻ വീട്ടിലേക്ക് വരുമെന്നും മകനൊപ്പം ഇനി നന്നായി ജീവിക്കണമെന്നും പറഞ്ഞതായി ബന്ധു പറയുന്നു. പിന്നാലെ ഹസ്നയെ വിളിച്ചു നോക്കിയപ്പോൾ ആദിലാണ് ഫോൺ എടുത്തതെന്നും തലവേദന കാരണം ഹസ്ന കിടക്കുകയാണെന്നുമായിരുന്നു മറുപടി. ഹസ്നയുടെ ആദ്യ വിവാഹത്തിൽ 3 മക്കളുണ്ട്. 2 മക്കൾ മുൻ ഭർത്താവിൻ്റെ കൂടെയാണ്. മുൻ ഭർത്താവ് ഈ 2 മക്കളെ കാണിക്കാത്തതിൽ ഹസ്നയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആദിലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നത്. ഇയാൾ തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ച് ഹസ്ന ആത്മഹത്യ ചെയ്ത കാര്യം അറിയിച്ചതും. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. അതേസമയം ഹസ്നയുടെ തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിൽ മറ്റു പരിക്കുകൾ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ഈന്താട് മുണ്ടപ്പറമ്പത്തിൽ ഉസ്മാൻ സഫിയ ദമ്പതിമാരുടെ മകളാണ് ഹസ്ന. പ്രാഥമിക അന്വേഷണത്തിൽ ദുരൂഹതയില്ലെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും താമരശ്ശേരി പോലീസ് പറഞ്ഞു. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാലുകൾ നിലത്ത് കുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിന്റെ പിൻഭാഗത്ത് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും അടച്ചിട്ട വാതിൽ ചെറുതായി തള്ളിയപ്പോൾ തുറന്നതായി നാട്ടുകാർ പറഞ്ഞു. അപ്പാർട്ട്മെന്റിലേക്ക് നിരവധി വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ എത്തിയിരുന്നതായും പറയപ്പെടുന്നു. മരണശേഷവും അതിൽ സന്തോഷവാനായിട്ടാണ് കാണപ്പെട്ടതെന്നും മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഈങ്ങാപ്പുഴയിൽ മാതാവിനെ വെട്ടിക്കൊന്ന ആഷിഖിന്റെ മാതൃ സഹോദരിയുടെ മകനാണ് ആദിൽ. ആദിലിന്റെ വീട്ടിൽ വെച്ചാണ് മകൻ ആഷിഖ് മാതാവായ സുബൈദയെ വെട്ടിക്കൊന്നത്. ഇവർ 2 പേരുടെയും സുഹൃത്തായിരുന്നു ഭാര്യ ഷിബിലെ വെട്ടിക്കൊന്ന യാസിർ.